അച്ഛന് ഏത് പായസം ഇഷ്ടം? ശരിക്കും മാങ്ങ കിട്ടിയില്ല, പുളി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. ഇതുവരെ ഓണസദ്യ കഴിച്ചിട്ടില്ല. ഓണം ഔട്ട്ഫിറ്റ് കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്നതാണ് അവന്. അപ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഫ്രോസണായി. കഴിഞ്ഞ ആഴ്ച നല്ല തണുപ്പുണ്ടായിരുന്നു. എൻ്റെ സെറ്റ് മുണ്ടൊക്കെ എവിടെ ഇരിക്കും നോക്കട്ടെ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. സോ ഇതൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു പാകത്തിന് എന്താ പറയുക, ഒരു മൂഡില്ലായിരുന്നു. രണ്ട് എന്ന് പറയുന്നത് ഭയങ്കര പണിയാണല്ലോ. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുക. തവണ ഒന്നും പറ്റിയില്ല, ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഓണസദ്യ കഴിക്കാൻ തോന്നി. നാട്ടിൽ വിശേഷങ്ങളൊക്കെ പറയുന്നു. അവർ എന്തായാലും നമ്മൾ സദ്യ പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കുമല്ലോ. അപ്പോൾ കറികളൊക്കെ കൂട്ടങ്ങളൊക്കെ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടപ്പോൾ നമുക്കും കഴിക്കാൻ തോന്നി. ഇതുവരെ ഓണസദ്യ കഴിച്ചിട്ടില്ല. ഓണം ഔട്ട്ഫിറ്റ് കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്നതാണ് അവന്. ഇതുവരെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയതാണ്. ഇനി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുമെന്ന് പോലും ഉറപ്പില്ല. പക്ഷേ എന്നാലും ഇതൊരു ഓണം ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഇവിടെ അടുത്തൊരു ഗ്രോസറി സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഞാൻ രാവിലെ വിളിച്ചു ചോദിച്ചു, അവർക്ക് ഇല ഉണ്ടെന്നാണ് പറഞ്ഞത്, ഫ്രോസൺ ഇല. അപ്പോൾ ഫ്രോസൺ ഇല മേടിച്ചിട്ട് നമുക്ക് ഫ്രോസൺ അവിയൽ ഇവിടെ ഇരിപ്പുണ്ട്. സാമ്പാർ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഫ്രോസൺ ഐറ്റംസ് ഉണ്ടോ നോക്കാൻ പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ എൻ്റെ കൂടെ അറ്റാച്ചനും എയ്ഡും ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്താണ്, ഒരു 5 മിനിറ്റ്സ് പോലും ഇല്ല നടക്കാൻ. അപ്പോൾ ഇവിടെ നടന്നു പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല സണ്ണി വെതറാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങേണ്ട സമയമായി. കഴിഞ്ഞ ആഴ്ച നല്ല തണുപ്പുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ബാക്ക് ടു ചൂടിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഈ സണ്ണി വെതർ ആസ്വദിക്കാം. അതിനുശേഷം തണുപ്പിലേക്ക് പതിയെ പോകും. അപ്പോൾ ഞാൻ ബാക്ക് യാർഡിലാണ്. ഓക്കെ, അത്രയും നേരം ബാക്ക് യാർഡിൽ നിന്ന് കളിക്കുകയായിരുന്നു ഈടും അച്ചാച്ചനും. അപ്പോൾ ഞാനിനി ഫ്രണ്ടിലോട്ട് ചെല്ലട്ടെ. നടന്ന് പോയിട്ട് എന്തൊക്കെ കിട്ടുന്നതെന്ന് നോക്കാം. നോക്കിയിട്ട് ഫ്രോസൺ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കിട്ടിയാൽ അത് കിട്ടുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ, ലെറ്റ്സ് ഗോ. നൈസ് വെതറേ. ഈ വെയിൽ ശരിക്കും കൊള്ളിക്കാൻ പാടില്ല അത്രയും. ഡോക്ടർ പറഞ്ഞിട്ടില്ല, ഈ വെയിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള വെയിലാണ്, ഭയങ്കര ബ്രൈറ്റാണ്. ഒരു കമ്മിയർ ഇവിടെ ബാ. വണ്ടി വരുന്നുണ്ടാവും അച്ചാച്ചാ. ഞാൻ പുറത്തോട്ട് ഇറങ്ങി. പോയി തന്നെ പോയി. എയ്ഡൻ, ഗ്രോസറി ലിസ്റ്റ് വേണ്ട? ഗ്രോസറി ലിസ്റ്റ് വേണ്ട നിനക്ക്? ഗ്രോസറി ലിസ്റ്റ് ബാ, ഇനി ബാ. ഡാഡായെ വിളിച്ചോണ്ട് പോവാന്ന് പറ. ടാറ്റ, ബൈ, വരാൻ പറ. കൈ പിടിച്ച് എടു, ഹായ് ഹായ്. അച്ഛമ്മ ഹായ് പറയുന്നു. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് പോവാണ്. ഇതാ ഞാൻ പറഞ്ഞ അടുത്താന്നേ. അതെ, ഇതിനകത്ത് ആണ്, ഇതിനുള്ളിലാണ് നമ്മുടെ കേരള ഗ്രോസറി സ്റ്റോർ. ഇന്ത്യൻ സ്റ്റോർ എന്നാണ് തോന്നുന്നല്ലേ പേര്. എയ്ഡും അടുത്തു നടന്ന്. എയ്ഡും ഡാഡയുടെ തോളെ കയറി. ചേച്ചാ വണ്ടി. ഹായ്, ഹലോ. എത്തിപ്പോയി നമ്മൾ. ഇതോ അതാണ് കട. അച്ഛന് ഏത് പായസം ഇഷ്ടം? ഒരു മാങ്ങ അറിയത്തില്ല. ശരിക്കും മാങ്ങ കിട്ടിയില്ല, പുളി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. 2 കവർ സാധനങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു കുട്ടിക്കടയാണ്, കൊച്ചു സ്റ്റോറാണ്. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. അവർക്ക് ഫ്രോസൺ സദ്യ ഉണ്ടായിരുന്നു. പക്ഷേ $70 സദ്യ ഒരു ബോക്സിലാണ്. പക്ഷെ ചോറ് നമ്മൾ വെക്കണം, അരി വെക്കണം, നമ്മളിടണം. കറി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻക്ലൂഡിങ് പായസം. പക്ഷേ നമുക്കൊരു നാളത്തേക്ക് കാണുള്ളൂ. നമ്മൾ സാധാരണ സദ്യ ഉണ്ടാക്കി നമുക്ക് 1-2 ദിവസത്തേക്കുള്ളതൊക്കെ മിച്ചം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞു.
കാരണം നമുക്ക് സദ്യ നമുക്ക് തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കറിയൊക്കെ അടുത്താ വരുന്നേ, നടന്നേ, അല്ലേ കൈ വിട്ടോടണം. ബൈ. മോളൂന് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേങ്കിൽ മുല്ലപ്പൂ മേടിച്ചില്ല. $13 സംതിങ് ആണ് 1 മീറ്റർ ബോക്സിന്. സോ ആ $13 നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നമ്മളത് വാങ്ങിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പിടങ്ങിയിരിക്കും മുല്ലപ്പൂ ഇല്ലാത്തതിന്. നമ്മൾ തിരികെ വീട്ടിലെത്തി. നല്ല വെയിലല്ലേ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. സോ $70. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. $70 സദ്യ നമ്മൾ നിരസിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ തന്നെ കൊച്ചു നമ്മുടെ തന്നെ ഒരു പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും ആഗ്രഹിച്ച പോലെ നമ്മുടെ വാഴയില കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വാഴയില കിട്ടി. ഫ്രഷ് വാഴയിലയാണ് അവർ തന്നത്. ഭയങ്കര മുട്ടൻ വാഴയിലയാണ്. പക്ഷേ ഏടുക്കൂട്ടന് ഞങ്ങൾ വാഴയില മേടിച്ചില്ല. കാരണം ഇത്രയും വലിയ വാഴയില വെച്ചിട്ട് അവൻ എന്ത് കാണിക്കാനാണെന്ന് ഓർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂടെ ഏടുവിനെ കൂട്ടാം എന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിച്ചത് കറിവേപ്പില കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ശർക്കര വരട്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പടം, ഗുരുവായൂർ പപ്പടമാണെന്നാണ് പറഞ്ഞത്. അപ്പം നാട്ടിലത്തെ പോലെ ഇങ്ങനെ ഫ്രോസൺ പപ്പടം അല്ല, പക്ഷേ ഇതൊരു പപ്പടം. പിന്നെ ഉപ്പേരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോവയ്ക്ക മേടിച്ചു. സ്വീറ്റ് കറി നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചു. ഇത് കണ്ടോ, മധുരക്കറി ഫ്രോസൺ ആണ്. അപ്പോൾ അത് നമ്മൾ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. അരി നമ്മൾ മേടിച്ചു. ഇവിടെ എല്ലാവരും ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് റൈസും ബ്രൗൺ റൈസും ഉള്ളൂ. പിന്നെ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് വാങ്ങിയിട്ടുണ്ട്. തേങ്ങ, നമ്മുടെ തേങ്ങ ചിരകിയ തേങ്ങ ഫ്രോസൺ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. അപ്പോൾ ഇത്രയും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അവിയൽ ഫ്രോസൺ ഉണ്ട്. പിന്നെ സാമ്പാറിനുള്ള സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയായിരുന്നു ഓണം ഗ്രോസറി ഷോപ്പിംഗ്. ഇനി ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഇനി എൻ്റെ സെറ്റ് മുണ്ടൊക്കെ എവിടെ ഇരിക്കും നോക്കട്ടെ. അതൊക്കെ നോക്കിയെടുത്ത് 2-3 ഫോട്ടോ ഒക്കെ എടുക്കണം. ഏടുവിനെ കുട്ടിമുണ്ടൊക്കെ ഉടുപ്പിച്ച് ഒരു കുട്ടി ജുബ്ബയൊക്കെ ഇടിച്ച് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അവൻ്റെ ഫസ്റ്റ് ഓണം അല്ല, സെക്കൻഡ് ഓണമാണ്. പക്ഷേ ഫസ്റ്റ് ഓണത്തിന് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല. അപ്പം ഈ ഓണത്തിന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ് ആൻഡ് ഓൾ മൈ ഷോർട്സ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഓണം.